ദൗത്യമുള്ളവരെ, അവന്റെ വേലയെ ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്നവരെ അവരുടെ പ്രശ്നങ്ങളിലൂടെ ചിലപ്പോൾ സൈലൻസ് ആക്കും. കുറച്ച് ആഴത്തിലേക്ക് വെളിപ്പാട് എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് നമ്മൾ വളരണമെന്ന് നമ്മൾ വായിച്ചതുപോലെ അതിലേക്ക് നമ്മളെ കയറ്റുമ്പോൾ ഒരു ശൂന്യത നമുക്ക് അനുഭവപ്പെടും, ഒരു ഒറ്റപ്പെടൽ അനുഭവം വരും. നമ്മളെ ആരും മനസ്സിലാക്കത്തില്ല, ഒറ്റൊരാൾ നമ്മളോട് സംസാരിക്കാതെയാകും. കുറച്ച് സമയം നമ്മളെ കൂടെ നിന്നവരെല്ലാം പെട്ടെന്ന് നമ്മളെ വിട്ടുപോകും. നമ്മൾക്ക് ഒരു ഒറ്റപ്പെടൽ, അത് നമ്മളെ ആ കൂരുള്ളിലേക്ക് വലിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 20:21 പറയുന്നത് പോലെ മോശ ഇരുളിലേക്ക് ചെന്നു, ജനം വിട്ട് ഓടിപ്പോയെന്നാണ്. സോ നമ്മളെ ഒറ്റപ്പെടുത്തും ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നത്തെ ഏറ്റവും വലിയൊരു ചോദ്യമാണ്, സഭയിൽ പോകാതിരുന്നാൽ ആത്മീയ വളർച്ച ഉണ്ടാകുമോ? സഭയിൽ പോകാതിരുന്നാൽ നീ നഷ്ടപ്പെട്ടു പോകും ദൈവത്തിന്. നമുക്ക് വചനത്തിലൂടെയും ഇന്ന് സഭ കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ചും അനുഭവത്തിലൂടെയും ചിലർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. സ്തോത്രം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിൽ പറയുന്നു. എഫേഷ്യൻസ് ചാപ്റ്റർ 4:12-13 പറയുന്നു, നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. ഹല്ലേലൂയ. സോ അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴിയുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ഹല്ലേലൂയ. സോ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാകുന്നു, പല അവയവങ്ങളാകുന്നു, മണവാട്ടികളാകുന്നു. നമുക്ക് ഏൽപ്പിച്ച ദൗത്യമാണ് പാസ്റ്റർ, ഓരോ 5 ഫോൾഡ് മിനിസ്ട്രി, ഓരോ ശുശ്രൂഷക്കാർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ എല്ലാവരെയും പൗലോസ് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും അപ്പോസ്തലന്മാരിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ദൗത്യമുണ്ട്. വേലയ്ക്ക് അനേക പേരെ ആവശ്യമുണ്ട്, പക്ഷെ കൊയ്ത്തിനായിട്ട് ആരും എഴുന്നേൽക്കുന്നില്ല. എന്താണ് ഇന്ന് സഭയിൽ നടക്കുന്ന ഡിഫറെന്റ് ടൈപ്പിലുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഓരോരുത്തരും ചർച്ചുകൾ അല്ലെങ്കിൽ ഈ കെട്ടിടങ്ങൾ വിട്ടു പോകാൻ ഇടയാകുന്നത്? അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്ന്. ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് സഭയെന്ന് പറയുന്നത്? ദൈവം ആഗ്രഹിച്ച സഭ എന്താണ്? മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്. സോ സഭ ക്രിസ്തുവിന്റെ ജനമാണ്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പം മാത്യു ചാപ്റ്റർ 16:18 പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ്. അപ്പം മനുഷ്യരല്ല സഭയെ പണിയുന്നത്, ദൈവമാണ്, ക്രിസ്തുവാണ് തൻ്റെ സഭയെ പണിയുന്നത്. നമ്മളുടെ ജോലി എന്ന് പറഞ്ഞാല് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരണമെന്നാണ്. ആത്മീയ വർധനയ്ക്കായിട്ട് നമ്മൾ ഇടയന്മാരും എല്ലാവരും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് വളരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സഭ എന്ന് പറയുന്നത് ഒരു ആത്മീയമായ കുടുംബമാണ്. വിശ്വാസികളെല്ലാം ഒരുമിച്ച് കൂടി വരുന്ന ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവവചനം പഠിക്കുകയും പരസ്പരം ശക്തിപ്പെടുത്തുകയും ശുശ്രൂഷിക്കാനും വേണ്ടിയിട്ടാണ്. മത്തായി സുവിശേഷം 28 പറയുന്നു, അവരെ ശിഷ്യന്മാരാക്കിക്കൊള്ളുക, അവരെ ഉപദേശത്തിൽ ഉറപ്പിക്കുക, അവർക്കും ഒരു വളർച്ച ഉണ്ടാകണം. ആ കുഞ്ഞാടുകളെ വളർത്തുവാൻ അവരും കേപ്പബിൾ ആകണം. നമ്മള് കെട്ടിടം എന്ന് പറയുന്നത് ഒരു സഭയല്ല, സഭ കൂടി വരുന്ന സ്ഥലം മാത്രമാണ് കെട്ടിടം. സോ ആത്മീക സഭ വീടുകളിലും പണ്ടുണ്ടായിരുന്നു, അല്ലെ? നമ്മൾ റോമാലേഖനം 16-ന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, റോമൻ ചാപ്റ്റർ 16:5 ഒന്ന് വായിച്ചേ. അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്യുവിൻ. ആരുടെ വീട്ടിലെ സഭയാ? ആദ്യ ഫലമായി ക്രിസ്തുവിൻ യേശുവിൽ തന്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയെയും അഖിലാവിനെയും വന്ദനം ചെയ്യുവിൻ, അവർ അവന്റെ പ്രാണന് വേണ്ടി. ആമേൻ. 5-ാം വാക്യത്തിന്റെ സകല സഭകളും തൊട്ട് വായിച്ചേ. സകല സഭകളോടും കൂടെ നന്ദി പറയുന്നു, അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്യുവിൻ. ആസിയയിൽ ക്രിസ്തുവിന് ആദ്യ ഫലമായി എനിക്ക് പ്രിയനായ എപ്പൈനത്തോസിന് വന്ദനം ചെയ്യുവിൻ. നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചൊല്ലുവിൻ. എന്റെ ചാർച്ചക്കാരും സഹബദ്ധന്മാരുമായ അന്ത്രോക്കോസിനും യൂനിയാവിനും വന്ദനം ചൊല്ലുവിൻ. അവർ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവരും എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരും ആകുന്നു.
മതി മതി, കർത്താവിന് സ്തോത്രം. അപ്പൊ കുറെ പേരുടെ പേര് പറഞ്ഞിട്ട് വന്ദനം ചെയ്യാൻ പറയുന്നുണ്ട്. ഇവരൊക്കെ എന്തിനാണ് ഈ ജയിലിലും തടവറയിലും ആകപ്പെട്ടത്? ആദ്യ നൂറ്റാണ്ടില് നമ്മൾ ഈ പറയുന്ന വചനത്തിനനുസരിച്ചാണല്ലോ നമ്മൾ സഭയെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ ക്രൂശുകൾ ചുമക്കാൻ തുടങ്ങുമ്പോൾ, ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്ക് വരുമ്പോൾ, ക്രിസ്തു നമ്മളിൽ ഉരുവാകുമ്പോൾ, നമ്മുടെ അകത്ത് ഒരു ഉടയ്ക്കൽ പ്രോസസ്സ് നടക്കും. നമ്മൾ ആരും ട്രെയിനിങ്ങിലേക്ക് നമ്മുടെ ശിശുക്കളെ വളർത്താൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ എല്ലാവരും ഇങ്ങോട്ട് വാ, ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് വാ. എല്ലാവരും ഇന്ന് മിസ്രൈമിൽ ഫറവോന്റെ അടിമകളായിരുന്നതുപോലെ കുറെ ഫറവോന്മാർ ഇറങ്ങിയിട്ടുണ്ട് എല്ലാ ജനത്തെയും അടിമയാക്കി വെക്കാനായിട്ട്. ഒന്നിനും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാത്തിനും പേടിയാണ്. എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ പെട്ടെന്ന് കരച്ചിലും ബഹളവും ഇങ്ങനെ പോവുകയാണ്. പക്ഷേല് ഓരോ വിശ്വാസികളും നിങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞത്? കാത്തിരിക്കണം യഹോവയ്ക്കായിട്ട്. അവന്റെ സന്നിധിയിൽ മിണ്ടാതെ ഇരിക്കണം. അവനായി കാത്തിരിക്കണം. അത് നമുക്കറിയില്ലല്ലോ. പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നിന്റെ വിശ്വാസം എത്രയാണ് നിന്നിലെന്ന് അറിയുന്നത്. അപ്പം കെട്ടിട ഒരു സഭയിൽ നമുക്ക് മനസ്സിലായി. ഇനി സഭ പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അതിനാണ് യോഹന്നാൻ 14 പറയുന്നു, പിതാവിനോട്, പിതാവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത എന്റെ സത്യത്തിന്റെ ആത്മാവിനെ അയക്കുന്നു. ആരാണ് സത്യം? യേശു കർത്താവാ സത്യം. അപ്പൊ ഈ സത്യത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ, നമ്മൾ ആദ്യം വായിച്ചു മത്തായി സുവിശേഷത്തില്, ഞാൻ എന്റെ സഭയെ പണിയുമെന്ന്. ഹല്ലേലൂയ. യേശു പറയാണ് സഭയെ പണിയും. അപ്പം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. ആദിമ സഭയിലും അപ്പോസ്തല പ്രവൃത്തിയുടെ 2-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 42-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോന്നു. ആമേൻ. അപ്പോ അവര് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ആദ്യ സമയങ്ങളില് അവർക്കെല്ലാം ഈ ബൈബിളൊന്നും അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അവർക്ക് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ പോകുന്ന ഒരു കാലത്തില് അവർക്ക് അപ്പോസ്തലന്മാരുടെ ഉപദേശം, പരിശുദ്ധാത്മാവ് ഡയറക്റ്റ് അപ്പോസ്തലന്മാരെ ഗ്രഹിപ്പിക്കുകയും പഠിപ്പിക്കുകയും അവരെ ഉറപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവാണ് ഇന്നും സഭയെ നടത്തുന്നത്. അപ്പം നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മൾ പരിശുദ്ധാത്മാവിൽ വിധേയപ്പെടാത്തത് കൊണ്ടും, നമ്മൾ ഈ അനേക രാജ്യങ്ങളിൽ പോയി കറങ്ങുമ്പോൾ അവിടുത്തെ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്ത് ഇവിടെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ രാജ്യത്ത് നമ്മൾ കുറെ എല്ലാത്തിനെയും പാവം പിടിച്ചവരുടെ എല്ലാം പൈസ കൊണ്ടുപോവാ, ഈ കെട്ടിടം പണിയണം, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത വരുമ്പോൾ നമുക്ക് ആകെ ടെൻഷനാവും. കാരണം നമുക്കപ്പം നമ്മുടെ കുഞ്ഞാടുകളെ വളർത്തുന്നതിനേക്കാൾ ഉപരിയായി പല പാസ്റ്റേഴ്സും പറയുന്നത് കേട്ടിട്ടുള്ളതാണ്, ഓ ഇതിനെയൊന്നും എത്ര അടിച്ചാലും നന്നാവത്തില്ല, വേറെ പണിയൊന്നുമില്ല, നമുക്കൊന്നുമില്ലെങ്കിൽ നമുക്ക് അമേരിക്കയിലും ലണ്ടനിലും പോകുമ്പോൾ ഞെളിഞ്ഞു നിൽക്കണമെങ്കിൽ കുറച്ച് ആളുകൾ, നമ്മുടെ സബ്സ്ക്രൈബർ വേണം, നമ്മൾ ഈ ഇവരെ പൊട്ടന്മാരാക്കി ഇരുത്തിയാൽ ഇവരൊക്കെ നമ്മുടെ ഫോളോവർ ആയിട്ട് നമ്മളെ ഫോളോ ചെയ്യത്തുള്ളൂ. സോ സഭ എന്നത് നാം പോകുന്ന ഒരു കെട്ടിടമല്ല, ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്ന ദൈവത്തിന്റെ ജനമാണ്. ഇത് നിങ്ങൾക്ക് പോഷത്വമായി തോന്നുമായിരിക്കാം, പക്ഷെ കർത്താവിന് അങ്ങനെ തന്നെയാണ്. തന്റെ സഭയെ പണിയും പാതാള ഗോപുരം ജയിക്കുകയില്ല. സോ പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തിൽ ദൈവവചനപ്രകാരം ജീവിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റുന്ന ജനമാണ് ദൈവത്തിന്റെ സഭ. പാസ്റ്റർ എന്താ പറയാനുള്ളത് ഇതിനെക്കുറിച്ച്? കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയെ പറ്റി എനിക്ക് ഒരു ധാരണ കർത്താവ് വെളിപ്പെടുത്തി തന്നത്, ഞാൻ സ്നാനമെടുത്ത് ദൈവസന്നിധിയിൽ വന്ന നാൾ മുതൽ എനിക്ക് ഈ സഭ, ചർച്ചിനകത്ത് വരിക എന്നുള്ള ആ ഒരു എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കുകൾ. ആര് ചോദിച്ചാലും നിങ്ങളുടെ ഏത് ചർച്ചയാണ്, നിങ്ങളുടെ ചർച്ചിന്റെ പേരാ എന്താണ്, നിങ്ങളുടെ പാസ്റ്ററിന്റെ പേരെന്താണ്? അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, അയ്യോ ഞങ്ങൾക്ക് പാസ്റ്ററും ഇല്ല ചർച്ചും ഇല്ല, ഞാൻ എന്നാ പറയണോന്ന് കർത്താവ് തന്നെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പം, നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, ആലയം പണിയാൻ വേണ്ടി ദാവീദ് വളരെയധികം സാധനങ്ങളൊക്കെ ഒരുക്കി കൂട്ടി വെച്ചു. പക്ഷെ ദാവീദിന് ആലയം പണിയാനുള്ള ആ ഒരു അവസരം ദൈവം കൊടുത്തില്ല. അവിടെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ട് ദാവീദിന് കൊടുക്കാതിരുന്നു? അപ്പം ആ ആലയത്തിന്റെ സാധനങ്ങളെല്ലാം കൂട്ടി വെച്ചതല്ലാതെ ആ ആലയം എപ്പോഴും ദാവീദ് എങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ആലയത്തിലായിരുന്നോ? ദാവീദ് കാടുകളിലും എവിടെ ഇരിക്കുമ്പോഴും ദാവീദ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മുഴുവനും കർത്താവിനെ ധ്യാനിച്ച് മഹത്വപ്പെടുത്തി ആരാധിച്ച് ആ ഹൃദയത്തിലായിരുന്നു. അപ്പം ദാവീദിനെ കൊണ്ട് ഒരു ആലയം പണിയിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ദാവീദിന്റെ ഹൃദയം ഒരു ആലയമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തനത്തില് എന്റെ ധ്യാനത്തിങ്കിൽ തീ കത്തണമേ എന്ന് പറഞ്ഞത്. ആലയത്തില് ഒരു തീ വേണം. ആ തീ എന്താണ്? പരിശുദ്ധാത്മാവിന്റെ അഗ്നി. അപ്പം ദാവീദിന് ആ ഒരു ചർച്ച് എന്ന് പറയുന്നത് ദാവീദിന്റെ ഉള്ളിലെ ഹൃദയത്തിൽ കൂടി ആ ചർച്ച് വളർന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഒരു മാതൃക ദാവീദ്
തന്റെ പുത്രനിലേക്ക് പകർന്നു കൊടുത്തു. എന്നാ പുത്രനായിരുന്നപ്പം കുറച്ചുകൂടെ കാലഘട്ടം മാറി. അപ്പം ജനങ്ങൾക്ക് ആലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ജനിച്ചു. അപ്പോഴും ശലോമോൻ തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വാക്കുണ്ട്, നിനക്ക് ആലയത്തിൽ ഇരിക്കാൻ കഴിയത്തില്ലല്ലോ, നിന്റെ വലിപ്പവും നിന്റെ ശക്തിയും ബലവും ഞാൻ ഈ പണിത ആലയത്തിനകത്ത് കൊള്ളത്തില്ലല്ലോ. അതായത് അത്രയും വലിയവനായ ദൈവമാണെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയാ, നീ ആലയത്തിൽ എങ്ങനെ വസിക്കും? ഒരു ആലയത്തിൽ വസിക്കാനല്ല അത്. അതായത് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ഓരോ മനുഷ്യരുടെ ഉള്ളിൽ വസിക്കാനും ഓരോ മനുഷ്യരോട് ഇങ്ങനെ കൂട്ടായ്മ ആചരിക്കാനുമാണ്. അപ്പൊ അതിൽ നിന്നൊരു വ്യത്യാസം വന്ന ഒരു ആലയത്തിൽ നീ വസിക്കുന്നത് അല്ലെങ്കിൽ തന്നെയും ഞാൻ ഇപ്പോൾ നിനക്കൊരാലയം എൻ്റെ ഒരു ഹൃദയത്തിന്റെ സന്തോഷത്തിന് പണിതു എന്നേ ഉള്ളൂ എന്നുള്ള ആ വളരെ താഴ്മയോടെ ശലോമോൻ അന്ന് ആലയം സമർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ച ആ വാക്ക് അന്ന് ദൈവം എന്നോട് സംസാരിച്ചു. അപ്പം ഒരു ചർച്ചിനകത്ത് നിൽക്കാൻ അത്രയും വലിപ്പമല്ല നമ്മുടെ ദൈവത്തിനുള്ളത്. എങ്കിലും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ സന്തോഷത്തിന് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ആ വാക്കത്തൂടെ ദൈവം എന്നെ പ്രാർത്ഥിച്ചപ്പോൾ വായിക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചു പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായി, ദൈവം വസിക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണ്. എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പം മുതൽ ദൈവത്തിന്റെ ആലയമായി തീർന്നു എൻ്റെ ഹൃദയം. അപ്പം അങ്ങനെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവം നമ്മളെ ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാക്കി തീർത്തു. അങ്ങനെ ആലയം ഒരു ചർച്ചിനകത്ത് നമ്മൾ കെട്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഞാൻ ചർച്ചിലേക്ക് കടന്നു പോകാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. കാരണം നമ്മൾ ആ ചർച്ചിനകത്ത് കെട്ടപ്പെട്ടു പോയാൽ അതിനകത്തെല്ലാം കുറച്ച് ദൈവഹിതം ചെയ്ത് മുമ്പോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം കുറച്ചൊക്കെ മാനുഷിക ബുദ്ധിയിൽ കൂടെ അതിനകത്ത് നടന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഒരു കെട്ടിടമാകുമ്പോൾ അത് അതിന്റെ അളവിൽ പണിതു അതിന്റെ കാര്യങ്ങൾ ആ രീതിയിൽ ചെയ്തു. അപ്പൊ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ദൈവം എനിക്ക് പറഞ്ഞു തന്നത്. ഞാനും ഇന്ന് രാവിലെ വായിച്ച ഈ 2 ദിനവൃത്താന്ത പുസ്തകത്തിലെ വാക്യമാണ് ഞാൻ വായിച്ചത്. അതിന്റെ 6-ാം അധ്യായത്തിലെ ഇന്ന് വായിക്കുമ്പോൾ എനിക്കൊന്ന് പാസ്റ്റർജിക്കും അതേ അനുഭവം തന്നെ ഉണ്ടായെന്ന് തോന്നുന്നു. ഇന്ന് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ പാസ്റ്റർജിക്ക് ഉണ്ടായ അതേ അനുഭവം പോലെ തന്നെ എനിക്കും ഈ 6-ാം അധ്യായത്തിന്റെ 2 ദിനവൃത്താന്തം 6-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യം വായിച്ചപ്പോൾ നമ്മൾ കാണുന്നുണ്ട് 3-ാം അധ്യായം മുതൽ ആലയം പണിയുവാൻ തുടങ്ങിയെന്ന്. അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിയുവാൻ തുടങ്ങി. ഹല്ലേലൂയ. തന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടില്. അപ്പം 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് കഴിഞ്ഞു. ഇനി താൻ കൂരിരുളിൽ വസിക്കുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു, എങ്കിലും ഞാൻ നിനക്ക് ഒരു നിവാസാലയം, നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പം ഈ ദൈവം വസിക്കുന്നത് കൂരിരുളിലാണ്. അപ്പം നമുക്ക് സങ്കീർത്തനങ്ങളിലൂടെയൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 1-2 സങ്കീർത്തനത്തിലൂടെയും അല്ലാതെയും വചനത്തിലൂടെയും കൂരിരുളിൽ വസിക്കുന്ന, മറവിൽ വസിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച്. നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് അടുക്കുമ്പോൾ, ക്രിസ്തുവിലൂടെ നമ്മൾ പുതിയ സൃഷ്ടിയാകുമ്പോൾ, നമ്മളെ അവന്റെ പ്രേമത്തിലുമുള്ളവരെ, അവന്റെ വേലയെ ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്നവരെ അവരുടെ പ്രശ്നങ്ങളിലൂടെ ചിലപ്പോൾ സൈലൻസ് ആക്കും. കുറച്ച് ആഴത്തിലേക്ക് വെളിപ്പാട് എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് നമ്മൾ വളരണമെന്ന് നമ്മൾ വായിച്ചതുപോലെ അതിലേക്ക് നമ്മളെ കയറ്റുമ്പോൾ ഒരു ശൂന്യത നമുക്ക് അനുഭവപ്പെടും, ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടും. നമ്മളെ ആരും മനസ്സിലാക്കത്തില്ല. ഒറ്റൊരാൾ നമ്മളോട് സംസാരിക്കാതെയാകും. കുറച്ച് സമയം നമ്മളെ കൂടെ നിന്നവരെല്ലാം പെട്ടെന്ന് നമ്മളെ വിട്ടുപോകും. നമ്മൾക്ക് ഒരു ഒറ്റപ്പെടൽ, അത് നമ്മളെ ആ കൂരുള്ളിലേക്ക് വലിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 20-21 പറയുന്നത് പോലെ മോശ ഇരുളിലേക്ക് ചെന്നു, ജനം വിട്ട് ഓടിപ്പോയെന്നാണ്. സോ നമ്മളെ ഒറ്റപ്പെടുത്തും ദൈവത്തിലേക്ക് വലിക്കുമ്പോൾ. ദൗത്യം അവിടെയാണ് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത്. കാരണം ദൈവത്തിന്റെ ഇഷ്ടങ്ങളും അവന്റെ ഇഷ്ടമില്ലായ്മയും അവന്റെ സ്വഭാവത്തോട് നമ്മളെ എഫേസ്യ ലേഖനം നമ്മൾ 4-ൽ വായിച്ചതുപോലെ അനുരൂപമാക്കുന്ന ഒരു സ്ഥലമാണത്. അവിടെ മോഡിഫിക്കേഷൻ നടക്കുന്ന സമയമാണ്. നമ്മൾ പറഞ്ഞതുപോലെ നമ്മളെ ഈ ഭൂമിയിൽ നിന്നുമാണ് നമ്മളെ എടുത്തത്. അപ്പം നമുക്ക് ഒത്തിരി സ്വഭാവങ്ങളുണ്ട് ഈ ഭൂമിയിൽ. അതിനെയെല്ലാം ഉടച്ചു ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനുള്ള ഒരു പ്രോസസ്സാണ് എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയുന്നത്. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഈ പത്രോസിനോട് പറയുന്നുണ്ട്, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന്, യോഹന്നാൻ 21:15. എന്നിട്ട് 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ജോൺ ചാപ്റ്റർ 21:15, മേയ്ക്ക എന്ന് പറയുന്നുണ്ട്. 17-ലും പറയുന്നുണ്ട്, എന്നെ മേയ്ക്ക എന്ന്, എന്റെ ആടുകളെ. ആദ്യം പറഞ്ഞു എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന്.
അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ വാക്യം പറയുമ്പോൾ പിന്നെ ആടുകളെ മേയ്ക്കുക എന്നാ പറയുന്നത്. എന്റെ ആടുകളെ പാലിക്കുക എന്നും പറയുന്നുണ്ട്. അപ്പം കുഞ്ഞാടുകളെ മേയ്ക്കണം, അവരെ എന്നിട്ട് പാലിക്കണം. സ്തോത്രം. പാലിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? മേയ്ക്കുക, അവരെ മേയിച്ച് പിന്നെ പാലിക്കണം. 2 പ്രാവശ്യം പറയുന്നുണ്ട് മേയ്ക്കുക. അവരാദ്യം കുഞ്ഞാടുകൾ, പിന്നെ ആടുകളാവുക. സ്തോത്രം. ആ പ്രോസസ്സിലേക്ക് അവരെ കൊണ്ടുവരണം നീ. ആ പദ്ധതിയിലേക്ക് കൊണ്ടുവരണം. അവർക്ക് ദൈവത്തിന്റെ വചനം, ഭക്ഷണം സമയത്ത് അവർക്ക് കൊടുക്കണം. അവരെ നറിഷ്മെന്റ് ചെയ്യണം. അതാണ് എൽ ഷദായ് എന്ന് പറയുന്നത്. എൽ ഷദായ് എന്ന് പറയുമ്പോൾ എൽ ഷാദ് എന്ന് പറഞ്ഞാൽ നറിഷിങ് മദർ ആണ്. സോ ഉത്തമഗീതം നമ്മൾ വായിക്കുമ്പോൾ അവിടെ സഭയും ക്രിസ്തുവിനെയും കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെ മുഴുവനും ഒരു സ്ത്രീയുടെ ശരീരത്തിന്റെ അവയവങ്ങളെ മുഴുവനും കേന്ദ്രീകരിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തു നമ്മളിൽ ഉരുവാകുമ്പോൾ നമ്മളും അവനും തമ്മിലുള്ള ഒരു പ്രേമ ബന്ധം നമ്മുടെ അവിടെ തുടങ്ങുകയാണ്. ഇത് ഈ സഭയിലേക്ക് ജനത്തിന് ഈ ദേവദാസൻ അവരെ പഠിപ്പിക്കുമ്പോൾ, അവരെ ഉണർത്തുമ്പോൾ, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി പൈസ ഉണ്ടാക്കാനായിട്ടും ഓട്ടക്കളത്തില് ചിലരുടെ വിഷയത്തിന് മാത്രം വേണ്ടി ഓടുമ്പോൾ ദൈവവചനം കറക്റ്റായിട്ട് കൊടുക്കാൻ നമ്മൾ മറന്നുപോവാ. പിന്നെ എല്ലാം നഷ്ടപ്പെടുമ്പോൾ ചില പാട്ട് പാടുന്നവരെയൊക്കെ വിളിച്ച് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നടത്തി സെറ്റപ്പിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അവരെ സത്യത്തിൽ പഠിപ്പിക്കണം, അവരെ വിശ്വാസത്തിൽ വളർത്തണം, ആത്മീയമായി പോഷിപ്പിക്കണം, ക്രിസ്തുവിലേക്ക് അവരെ നയിക്കണം. പാലിക്കുക എന്ന് പറഞ്ഞാൽ ടെൻറ്റ് കെയർ. പാലിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കുന്നത് മാത്രമല്ല, ആടുകളുടെ പരിപാലനം, സംരക്ഷണം, ശ്രദ്ധ, അവരുടെ മേൽനോട്ടം, ഇതെല്ലാം ഉൾപ്പെട്ടിരിക്കുക. സോ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയ ഭക്ഷണം നൽകുക. പാലിക്കുക എന്ന് പറഞ്ഞാൽ ആടുകളെ സംരക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത് പത്രോസിനോട് പറഞ്ഞതെന്ന് പറഞ്ഞാല്, പത്രോസ് മുമ്പ് 3 പ്രാവശ്യം യേശുവിനെ തള്ളി പറഞ്ഞവനാ. അതുകൊണ്ട് ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നോ? ഇന്നും ആരോടൊക്കെയോ ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നോ? അങ്ങനെയെങ്കിൽ നീ മടങ്ങി വന്നുവെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാവരിലും നിന്നെ സെപ്പറേറ്റ് ആക്കിയത്? എന്തുകൊണ്ടാണ് നീ ആരും അനുഭവിക്കാത്ത ഒരു ഈറ്റുനോവിലൂടെ പോകുന്നത്? എന്തുകൊണ്ടാണ് കർത്താവിനെ സ്നേഹിക്കും തോറും നീ പറയുന്നത് എനിക്ക് കഷ്ടമേ ഉള്ളൂ? ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസത്തിലും ചിന്തിക്കായിരുന്നു, മതി ഇത് നിർത്തിവെക്കാം, എനിക്ക് പറ്റുന്നില്ല കർത്താവേ പറയും തോറും പിന്നെ ദൈവം ദർശനങ്ങളെ കാണിക്കും. നമ്മളോട് ആത്മാവ് നമ്മളോട് നമ്മളെ എൻകറേജ് ചെയ്യേണ്ടവരിലൂടെ നമ്മളെ എൻകറേജ് ചെയ്യിക്കും. വീണ്ടും നമ്മളെ ഉണർത്തും. എന്തിനു വേണ്ടിയിട്ടാ? ആടുകളെ മേയ്ക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അല്പമേ ശക്തിയുള്ളൂ എന്ന് ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. സോ ഇനി പറയുന്നത്, നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എന്റെ ജനത്തെ സ്നേഹത്തോടെ പാലിക്കുക. പത്രോസിന്റെ ആടുകളല്ല, എന്റെ ആടുകൾ എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിക്കണം, എന്റെ ആടുകളെ മേയ്ക്കാന്ന. എന്റെ ആടുകളെ മേയ്ക്കുക. പാസ്റ്റർ ജി അത് ശ്രദ്ധിക്കുന്നുണ്ടോ? എന്റെ ആടുകളെ മേയ്ക്കുക, എന്റെ ആടുകളെ പാലിക്കുക, എന്റെ ആടുകളെ മേയ്ക്കുക. നമ്മളൊക്കെ മലയാളം വാക്യം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നു ചില കാര്യങ്ങളൊക്കെ. എന്നാൽ എങ്കിലും ഈ ഇങ്ങനെയുള്ള വാക്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കണം, അതിന്റെ ഒരു ട്വിസ്റ്റിംഗ് മാറ്റം വരികയാണ് അവിടെ. അപ്പൊ എന്റെ ആടുകളെ, ദൈവത്തിന്റെ ആടുകളെയാണ് നമ്മൾ മേയ്ക്കുന്നത്. 1 പത്രോസ് 5:2-3 വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളുടെ ഇടയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിരിപ്പിനെന്നും പറയുന്നുണ്ട്. ഇന്ന് ദൈവദാസന്മാരോടുള്ള ചോദ്യമാണ്, ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ് ഞാൻ പറയുന്നത്. കാരണം പാസ്റ്റേഴ്സ് എൻകറേജ് ആയാൽ മാത്രമേ സഭയെ ഉണർത്താൻ പറ്റുകയുള്ളൂ. എന്തുകൊണ്ടാണ് സഹോദരിമാര് സഭ വിട്ടുപോകുന്നത്? ദേവാലയം എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലമാണ്, ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്നത്. നമ്മുടെ ഉള്ളത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാകുന്നു 1 കൊരിന്ത്യർ 6:19 പറയുന്നുണ്ട്. അതുകൊണ്ട് സഭയിൽ പോകുന്നത് പ്രധാനം തന്നെയാണ്. കാരണം വിശ്വാസികൾ ഒരുമിച്ച് കൂടണം. എബ്രായ ലേഖനം 10:25 എന്തോ പറയുന്നത്, എന്നാൽ കെട്ടിടത്തിൽ പോയി വന്നാൽ മാത്രം ആത്മീയ വളർച്ച ഉണ്ടാകത്തില്ല. ആ വാക്യം ഒന്ന് വായിച്ചേ പാസ്റ്റർ. എബ്രായ ലേഖനം 10:25. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ടും സ്നേഹത്തിനും സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാം സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ഇവിടെ സഭായോഗം ആവശ്യമാണ്, പക്ഷെ സ്നേഹത്തിലും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിച്ചിരിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. അപ്പൊ ഓരോ വിശ്വാസിയും കൊടുക്കൽ വാങ്ങലിലും മാത്രമല്ല, താഴെ എഴുതിയിരിക്കുന്നു, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം. ഇവരൊന്നും സത്യത്തിന്റെ പരിജ്ഞാനം ലഭിക്കുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കൊടുക്കൽ വാങ്ങലിനും തമ്മിൽ സ്നേഹിക്കുന്നതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരിക്കുക.
ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നാണ്, ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ ജനം വന്നെങ്കിൽ മാത്രമേ, പരിശുദ്ധാത്മാവിന്റെ തീയുടെ അഭിഷേകത്തിൽ നിറഞ്ഞ് ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭയെ പണിഞ്ഞെടുക്കാനാണ് ദേവദാസന്മാർ എഴുന്നേൽക്കേണ്ടത്. എന്റെ ചില അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ, ഒരു ദേവദാസനും ആഗ്രഹിക്കുന്നില്ല ഒരു സ്ത്രീ എഴുന്നേൽക്കുവാനും അവൾ ആത്മാവിൽ പ്രാർത്ഥിക്കുവാനും. അവൾ ഒരു കഷ്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അവൾ ഒരു വിളിയും തെരഞ്ഞെടുപ്പുമുള്ളവളാണോ, അവനൊരു വിളിയും തെരഞ്ഞെടുപ്പുള്ളവനാണോ? എന്തുകൊണ്ട് പാസ്റ്ററിനോ പാസ്റ്ററമ്മയ്ക്കോ മനസ്സിലാകുമ്പോൾ അവരെ മുളയിലേ നുള്ളിക്കളയുന്നു, അവരെ അടിച്ചമർത്താൻ നോക്കുന്നു? പക്ഷെ പരിശുദ്ധാത്മാവ് അവരെ വളർത്തും. എന്റെ ഒരു അനുഭവം പറയുവാണെങ്കിൽ, എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ആ ഈ ചർച്ചിൽ പോകാൻ അനുവദിക്കത്തില്ല. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അതിനുശേഷം 14 വർഷം എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അനുഭവം എനിക്ക് ദൈവം തന്നില്ല. ഞാൻ എങ്ങും പോയിട്ടില്ല. സ്നാനപ്പെട്ടത് മാത്രം എനിക്കറിയാം. പിന്നീട് ഒരു കാര്യവും എനിക്ക് ബൈബിളുമായിട്ട് ഒരു ബന്ധവുമില്ല 14 വർഷം. പക്ഷേ 2008, 9 ഞാൻ ദർശനം കാണുന്നത് ആദ്യമായിട്ട്. ആ ദർശനത്തിന് ശേഷം പിന്നെ 2010 എൻകൗണ്ടർ ഉണ്ടാവുന്നത്. ഈ 10 എൻകൗണ്ടറിന് ശേഷം ഞാൻ വീണ്ടും വീടിനടുത്തുള്ള ഒരു ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കൊക്കെ അവരുടെ നമ്മുടെ ബിൽഡിങ്ങിലെ മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടുത്തെ ദേവദാസൻ എന്നെ മാത്രം ഫോക്കസ് ചെയ്യും. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ അദ്ദേഹം സമ്മതിക്കത്തില്ല. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ അവിടെ ഇരിക്കുന്നവരും അന്യഭാഷയിൽ അധികം പ്രാർത്ഥിക്കുമെന്നറിയാം. അതുകൊണ്ട് അദ്ദേഹം അത് സമ്മതിക്കുക. എന്നോട് ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് എതിരായിട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു വേണം അന്യഭാഷ പ്രാർത്ഥിക്കാൻ. പിന്നെ ഒരു വിശ്വാസി പ്രാർത്ഥിക്കുമോ? ഒരു ദേവദാസൻ പറയാണ്. ഇന്ന് ഞാൻ ദേവദാസനാവുമെന്ന് പുള്ളിക്കാരൻ അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം മുഖം മറിച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ അവസ്ഥ പോലും സ്കാറ്റേഡ് ആയിപ്പോയി, ഛിന്ന ഭിന്നമായിരിക്കുകയാണ്, നാറ്റം വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. ദൈവത്തെ കളിയാക്കലാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ പുൽപ്പറ്റി മാത്രം പാസ്റ്ററായിട്ടിരിക്കും, അത് കഴിയുമ്പം പിന്നെ ഞാൻ ഒരു ജഡിക മനുഷ്യനാണ്. ഇന്ന് എല്ലാവരുടെയും ഡയലോഗ് ഇതാണ്. അവിടെയാണ് സ്ത്രീകളെ ദൈവം എഴുന്നേൽപ്പിച്ചത്. അപ്പോൾ വീട്ടിലും ജോലിയിലും ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയിലും സഭായോഗത്തിലും നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്ന ഒരു ജീവിതം വേണം. സഭയിൽ മാത്രമല്ല, അന്ന് സൺഡേ മാത്രമല്ല. ഒരു സ്ഥലത്ത് സൺഡേയിൽ ചർച്ച ആരാധന അന്ന് മുടക്കിയപ്പോഴത്തേക്ക് പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം കൂടെ അടി ബഹളം എല്ലാം കൂടെ വെക്കുകയാണ്. നീ ഒന്ന് മുട്ടുമടക്ക് ദൈവത്തിന്റെ സന്നിധിയില്, പ്രശ്നം ഉണ്ടാക്കാൻ പോകാതെ. ദൈവമായിട്ട് എത്ര ബന്ധമുണ്ട്, പാസ്റ്ററുമായിട്ട് ബന്ധമുണ്ട്. പണ്ട് ഒരു തമാശ പറയുമായിരുന്നു, പോപ്പിനെ ആർക്കും അറിയത്തില്ല, കുട്ടപ്പനെ എല്ലാവർക്കും അറിയാം. അത് കേട്ടിട്ടുണ്ടോ? തമാശ പറയുന്നത് കേട്ടിട്ടുണ്ട് കൊച്ചിലെ. അപ്പൊ പോപ്പിനെ ആർക്കും അറിയത്തില്ല, കുട്ടപ്പനെ അറിയാം. കാരണം കുട്ടപ്പനാണ് എല്ലാവരുടെ അടുത്ത് ഈ ഭൗതികത്തില് വാങ്ങാൻ പോയതും നേടിയതും കൊടുത്തതും നിന്നതും എല്ലാം കുട്ടപ്പനാ. മറ്റേ ആളിങ്ങനെ ഇരിക്കത്തല്ലേ ഉള്ളൂ രാജാവായിട്ട്. എല്ലാവരുടെ മുമ്പിൽ ആ സമയമാകുമ്പം കിളിവാതിൽ തുറന്ന് പ്രത്യക്ഷപ്പെടുത്തിയുള്ളൂ. അദ്ദേഹത്തിന് ആളുകളുമായിട്ട് ബന്ധമില്ല. അപ്പൊ ഒരു മനുഷ്യൻ ചോദിക്കുന്നത്, ആ കുട്ടപ്പന്റെ അടുത്ത് നിൽക്കുന്ന ആരാണെന്ന്. പോപ്പാ നിന്നത്. ഇതുപോലെയാണ് നമ്മുടെ അവസ്ഥ. ദൈവദാസന് പണമുള്ളവരെടുത്ത് അമേരിക്കയിലും ലണ്ടനിലും ഉഗാണ്ടയിലും ചർച്ച് പണിയാനും സഭ പണിയാനും ഫേമസ് ആകാനും എല്ലാവരുടെയും മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കാനും ഇതിനൊക്കെയാണ് സമയമുള്ളത്. ഞാൻ ഒരിക്കൽ ഇപ്പോൾ ഒരു 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 ഷോർട്സ് എനിക്ക് അയച്ചു തന്നു. അവര് പറഞ്ഞത്, സഭയിൽ പോകാതിരുന്നാൽ വളർച്ച ഉണ്ടാവും. അപ്പൊ അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം അങ്ങ് വയലന്റ് ആവുകയാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ സഭയിലുള്ളതാണ് 2 പേര് സ്നാനപ്പെടാൻ ഇടയായത് കഴിഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ മീറ്റിങ്ങിന്. അപ്പൊ അവിടുത്തെ ഒരു ഗ്രൂപ്പ് തന്നെ ഇതിലേക്ക് ഇളകി വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി, അവരെ ത്രെറ്റനിങ് ഒക്കെ ചെയ്തു, അവരെ ഭയപ്പെടുത്താൻ നോക്കുന്നു. ഭയങ്കര പ്രശ്നങ്ങൾ അവിടെ നടക്കണം ഈ സഭയിൽ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു മീറ്റിംഗ് ദുബായിൽ വന്നപ്പോഴേ ഞാനും പോയിരുന്നു ഈ ശിശുവായിരുന്ന സമയത്ത്. അദ്ദേഹത്തെ നമുക്ക് കാണാനോ അദ്ദേഹത്തിന്റെ അടുത്ത് പോകാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അദ്ദേഹം ഒരു 1000-2000 പേരോ 1500 പേരെങ്ങാണ്ടുണ്ട്. അദ്ദേഹം വന്നു ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വരുന്നത് പോലെ, അല്ലെ എന്താണ് പിന്നെ ഹിന്ദിയിലെ അമിതാഭ് ബച്ചൻ വരുന്ന പോലെ ഇങ്ങനെ വന്ന് ഷോ ഓഫ് ചെയ്ത് 10 ചവിട്ടി പൊട്ടിച്ചിട്ട് പ്രവചനവും പിന്നെ ഇത് മോട്ടിവേഷനും പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി. എന്നാൽ അദ്ദേഹത്തിന് അത്രയും സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് പേരോട് വ്യക്തിപരമായി അവരുടെ അടുക്കിലേക്ക് വരുവാനും ഒന്ന് താഴേക്ക് ഇറങ്ങി വരുവാനും ആ സ്നേഹം ഒന്ന് ഇത്രയും ക്രൗഡിന്റെ ഇടയ്ക്ക് യേശു കർത്താവ് എങ്ങനെയാണ് 5000 പേരെയും 10000 പേരെയൊക്കെ പോഷിപ്പിച്ചത്? ഹാലലി, അവന് ഡിസ്ക്രിമിനേഷൻ ഇല്ലായിരുന്നു. ഞാൻ സംതിങ് ആണെന്ന് ഷോ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത്. നമ്മൾ അവരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നമ്മളും അവരെ പോലൊരു സാധാരണക്കാരനായി മാറും. നമ്മൾ ഈ സിനിമാ താരങ്ങളെ പോലുള്ള ആക്ടിങ് ഒക്കെ നിർത്തിയിട്ട് മേയ്ക്കുകയും പാലിക്കുകയും അടുത്തേക്ക് ചെന്നിട്ട് അവരെ മേയ്ക്കണം, അവരെ പാലിക്കണം. എൻ്റെ കുഞ്ഞാടുകളെ പാലിക്കണം.
അവരെ എന്നും ഇങ്ങനെ കുഞ്ഞാടിനെ പോലെ ഇരുത്തരുത്. മേയ്ക്ക, പാലിക്ക, മേയ്ക്ക. സ്തോത്രം. അതിന് മാറ്റം വന്നു അവിടെ. ആ കുഞ്ഞാട് പിന്നെ ആടായി മാറി. എന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എത്ര പേര് ഈ നിങ്ങളുടെ കുഞ്ഞാടുകളെ ആടാക്കി മാറ്റി? പത്രോസിന്റെ ആടല്ല, ദൈവത്തിന്റെ ആടാണ്. നമ്മുടെ ഈ ചർച്ചിനകത്ത് ഇന്ന് ഇറങ്ങി മാറിപ്പോയാൽ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വളർച്ച പ്രാപിക്കുന്നില്ല എന്ന് പറയുന്നതിനോട്, അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ഈ ലോകത്ത് വന്ന് ഈ പരസ്യ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് വന്ന് പരസ്യ മീറ്റിങ്ങുകൾ പലതും നടത്തിയ സമയങ്ങളുണ്ട്. അവിടെ ചർച്ചില്ലാഞ്ഞിട്ടല്ല അവിടെ അത് നടന്നത്. അപ്പൊ അവിടെ എന്തുകൊണ്ട് എല്ലാ മനുഷ്യരും യേശുക്രിസ്തുവിന്റെ കൂടെ പോയി? അപ്പൊ യേശുക്രിസ്തുവിന്റെ മനോഭാവം എന്തായിരുന്നു? ഈ പരീക്ഷ മനോഭാവത്തോടു കൂടി നമ്മള് ദൈവമക്കളോട് ഇറങ്ങി വന്ന ദൈവമക്കൾ അവിടെ നിൽക്കാൻ ഇഷ്ടപ്പെടത്തില്ല. നമ്മളുടെ മനോഭാവം ക്രിസ്തുവിലുള്ള ഭാവം തന്നെ ആയിരിക്കണം. നമ്മള് യേശുക്രിസ്തുവിലുള്ള ഭാവം ഒരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ജഡത്തിൽ ഈ ലോകത്ത് വന്ന് നിങ്ങൾക്ക് ഒരു മാതൃക കാണിച്ച് ഞാൻ തന്നു. ആ മാതൃക നിങ്ങൾ പിന്തുടരൂ എന്നാണ് പറഞ്ഞത്. ചർച്ച ഉണ്ടാക്കിയിട്ട് അവിടെയും ചർച്ചുണ്ട്, പരീക്ഷന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, പഠിപ്പിക്കാൻ ആളുണ്ട്. അവിടെയും വലിയ പണക്കാരായ ആൾക്കാർ ചർച്ചിലേക്ക് കടന്നു വരുന്നു. ദശാംശം, പതാരം, തുളസി, കുന്തം എല്ലാം കൊണ്ട് ചെല്ലുന്നുണ്ട്. അവിടെ എല്ലാ സാധനങ്ങളും അവിടെ എത്തുന്നുണ്ട്. പക്ഷെ ജനം എന്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ പുറകെ പോയി? ജനത്തിന് ആവശ്യമുള്ളത് ആ കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന പരിജ്ഞാനമുള്ള ഒരു ലാവണ്യമുള്ള വാക്കുകളായിരുന്നു. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു എവിടെയെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ ആള് കൂടുന്നത്? ലാവണ്യവും പരിജ്ഞാനമുള്ള ആ വലിയ വാക്കുകൾ കേൾക്കാനും അത് കേട്ട എത്ര നേരം വേണമെങ്കിലും ഇരിക്കാനും അവർക്കുള്ള ആ ഒരു വലിയ മനോഭാവം വന്നത് എങ്ങനെയാണ്? അപ്പം ആ പരീക്ഷ മനോഭാവം ഇല്ലാത്തത് കൊണ്ടാണ്. ക്രിസ്തു എപ്പോഴും മനുഷ്യനായി ജഡമായി ലോകത്ത് വന്ന് പാർത്തപ്പോൾ അദ്ദേഹത്തിന് മൽക്കീസദേക്കിന്റെ പ്രകാരം അദ്ദേഹം അതിലും വലിയൊരു മഹാപുരോഹിതനാണ്. ആ മഹാപുരോഹിത സ്ഥാനം വെടിഞ്ഞുകൊണ്ട് താഴെ വന്ന് മനുഷ്യനായി വിളങ്ങിയതാണ്. അപ്പം ആ ഈശാവൊക്കെ എത്രയോ ക്രിസ്തുവിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം താഴെ വെച്ചുകൊണ്ട് വെറും മനുഷ്യനായി തിളങ്ങി വിളങ്ങി ജനത്തോട് സംസാരിച്ചു. ജനം കൂടി വന്നു. അവിടെ ജനത്തിന് വിടുതലായി. അതാണ് ഇന്ന് ഈ ലോകത്ത് ഇനി ആഗ്രഹിക്കുന്നത് ദൈവം. എന്തിനാ ദൈവം ക്രിസ്തുവിനെ മാതൃകയാക്കി തന്ന? പഴയ കാലത്ത് അത് അത്രയും പഴയ കാലത്തെ ആ ശിഷ്യന്മാർക്ക് അത് അത്രയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും അതിൻ്റെതായ രീതിയിൽ അന്നത്തെ ഒരു ചട്ടക്കൂടിനകത്ത് ആ രീതിയിൽ അവർ കൂടി വരികയും പ്രാർത്ഥിക്കുകയും അത് അങ്ങനെ ചെയ്യുകയും ചെയ്തു. എന്നാൽ അത് ഇന്നത്തെ കാലത്തേക്ക് ഓരോ ആൾക്കാർക്കും ബുദ്ധി തുറന്നു കൊടുക്കുമ്പം ആ മനോഭാവം നമ്മളിലും വരണം എന്ന് നമ്മൾ വരുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഒന്നല്ലേ? നമ്മൾ എന്തിനാണ് ഇതിനകത്ത് ഞാൻ ഉത്തമഗീതത്തിൽ നിന്ന് ഒരു വചനം വായിക്കാം. എൻ്റെ സഹോദരി, എൻ്റെ കാന്തയെ കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. ഇതാണോ നമുക്കിപ്പോ വേണ്ടിയത്? ഇതെല്ലാം തുറന്ന് പുറത്തേക്ക് ഒഴുകണ്ടേ? നമ്മളിലെ ഫലങ്ങൾ പുറത്തേക്ക് വരണ്ടേ? അപ്പൊ ഇതെല്ലാം കെട്ടിയടച്ച് ഇട്ടിരുന്നാ മതിയോ? അപ്പൊ ഒരു ചർച്ചിനകത്ത് ഭിത്തികൾക്കകത്ത് ഒതുങ്ങി നിന്ന് ഈ കൃപകളും എല്ലാം അടച്ചിട്ട് പ്രാർത്ഥിക്കാനാണോ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരെയും പഠിപ്പിക്കുന്നത്? ഞാനൊന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കെട്ടിയടച്ചിരിക്കുന്ന കിണറും കെട്ടിയടച്ചിരിക്കുന്ന ആ ഒരു തോട്ടമൊക്കെ ഒന്ന്, ആ നീരുറവയൊക്കെ ഒന്ന് പുറത്തേക്ക് ഒന്ന് തുറക്കണം. അതിന് നമ്മൾ അതിന്റെ ആ മർമ്മം അറിഞ്ഞ് നമ്മൾ അതിനെ പുറത്തേക്ക് അല്ലാതെ സഭയ്ക്കകത്ത് കെട്ടിയടച്ചിട്ട് അതിനകത്ത് കെട്ടിയടച്ച് ശ്വാസം മുട്ടുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നീ സാത്താനാന്നും പറഞ്ഞ് അവരെ പുറത്താക്കാനല്ല, അവര് പറയുന്നത് എന്തെന്നും കൂടെ ഗ്രഹിച്ച് ആ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് ദൈവത്തിന്റെ ആ സ്നേഹവും കരുതലും ആ അനുഗ്രഹവും പ്രാപിക്കാൻ എന്ത് എളുപ്പമുണ്ട്. ഇന്ന് സാത്താൻ എല്ലാവരെയും തെറ്റിക്കുന്നത് പരീക്ഷ മനോഭാവം നമ്മളുടെ ഓരോ ഭാവങ്ങളുടെ ഇതിലാണ് നമ്മളെ ഇന്നത്തെ
കാലത്ത് തെറ്റിക്കുന്നത്. അതിൽ നിന്നും നിങ്ങൾ വരാതെ അവന്റെ ചതിവും വഞ്ചനയും തിരിച്ചറിഞ്ഞ് നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലും ദൈവത്തിന്റെ ഹിതത്തിന്റെ അടിസ്ഥാനത്തിലും കടന്നു പോകാൻ ദൈവാത്മാവ് വീണ്ടും വീണ്ടും ആഹ്വാനം ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ ദൈവത്തിൽ പരിജ്ഞാനം പ്രാപിച്ച എല്ലാ പാസ്റ്റർമാരും എല്ലാ സഹോദരന്മാരും എല്ലാവരും ഒന്നുകൂടെ ദൈവജനത്തെ ശ്രദ്ധിച്ച് ഈ കാര്യങ്ങളൊന്ന് ചെയ്താൽ വലിയ സാത്താനെ തോൽപ്പിക്കാൻ വലിയൊരു ഐക്യത ഈ ലോകത്തുണ്ടാകും. അങ്ങനെ നമുക്ക് ശത്രുവിനെ ജയിച്ച് ദൈവരാജ്യം വീണ്ടും നമുക്ക് സന്തോഷവും സമാധാനവും ഫലമുള്ളതുമാക്കി തീർക്കാൻ സാധിക്കും എന്നാണ് ദൈവവചനത്തിൽ കൂടി ദൈവാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുന്നത്. ലേഖനം അതെ, തീർച്ചയായിട്ടും നമുക്കൊരു തോട്ടം തന്നിട്ടുണ്ട്, മണവാട്ടികൾക്ക് ഒരു തോട്ടം. ആ തോട്ടം നമ്മളൊന്ന് സൂക്ഷിക്കണം. ആ തോട്ടത്തില് ചില വിത്തുകളൊക്കെ ഇട്ടിട്ടുണ്ട് ദൈവം. കല്ലൊക്കെ പറക്കി കിടക്കണം, വിത്ത് ഇടണം, ഗോപുരം ഉണ്ടാക്കണം, അതിൽ മതിലുകൾ ഉണ്ടായിരിക്കണം, അതിൽ നല്ല വിത്ത്, എന്നിട്ട് കാവൽക്കാരനും ഉണ്ടായിരിക്കണം. നമ്മുടെ ജോലി അതാണ്. കുറുക്കൻ വരുന്നത് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ്, അത് ഉത്തമഗീതത്തിൽ പറയുന്നുണ്ട് 2-ാം അധ്യായത്തില്, അത് വിരിഞ്ഞു വരുമ്പോഴാണ് ഈ കുറുക്കൻ ഓടി വരുന്നത്. ആ കുറുക്കന്മാരെ പിടിച്ചു തരാനാ പറയുന്നത്. അപ്പം പൗലോസ് പറയുന്നുണ്ട് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തില്, അവർ നിങ്ങളെക്കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല, നിങ്ങളും അവരെക്കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളയുവാൻ ഇച്ഛിക്കുകയത്രേ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നത് നന്ന്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും വേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങളുടെ അടുക്കലിരുന്ന് എൻ്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നുവെന്ന്. എത്ര ദൈവദാസന്മാർ, എത്ര അപ്പോസ്തലന്മാരെന്ന് പേരെടുത്തവര് സഭയെ ഓർത്ത് വിഷമിക്കുന്നു. നിങ്ങൾ ഫേമസ് ആകാൻ ഓടുന്നതല്ലാതെ, ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയുമല്ല അഗ്രചർമ്മവുമല്ല, സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോരുത്. അവകാശി 4-ന്റെ-1, സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ഒന്നിനും വിശേഷതയില്ല. നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നു. നിങ്ങൾ ദാസന്മാരല്ല പുത്രന്മാരാണ്, നമ്മൾ അവകാശികളുമാവുന്നു. ഇവർ ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇന്നലെ നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ ഇന്നലെ ഷോർട്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. ആ ഷോർട്സ് ഇപ്രകാരമാണ്: ഒരു 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 കഴുകന്റെ കുഞ്ഞ് പിന്നെ ഈ ഒരു മനുഷ്യന് കിട്ടി. ആ കുഞ്ഞിനെ കോഴിക്കുഞ്ഞിന്റെ കൂടെ വളർത്താൻ തുടങ്ങി. അത് എന്നും ഇങ്ങനെ വളർന്ന് അതിന് അറിയത്തേയില്ല അത് കഴുകന്റെ കുഞ്ഞാണെന്ന്. അത് വളർന്നു കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴുകൻ ഇങ്ങനെ പറക്കുന്ന കണ്ടിട്ട് ഈ കഴുകൻ കുഞ്ഞ് ചോദിക്കുകയാണ് കോഴിക്കുഞ്ഞിനോട്, അതെന്ത് പക്ഷിയാണ്, അതെങ്ങനെയാ പറക്കുന്നതെന്ന് പറഞ്ഞു. അതിനെ പോലെ നമുക്ക് പറക്കാൻ പറ്റത്തില്ല, നമ്മൾ കോഴികളാണ്, അത് കഴുകനാണെന്ന് പറഞ്ഞു. പക്ഷെ ഇത് കഴുകനാ, പക്ഷെ അതിനറിയത്തില്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഇടയിലുള്ള മനുഷ്യരെങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വളർച്ചയും. അപ്പൊ നമ്മൾ പോകുന്ന സഭയില് നമ്മളെ വളർത്താത്ത ഒരു ദൈവദാസനാണെങ്കിൽ, ഒരു കമ്മ്യൂണിയൻ കൊടുക്കാൻ പേടിക്കുന്ന ഒരു ദൈവദാസനാണെങ്കിൽ, അവിടുത്തെ ശിശുക്കളുടെ വളർച്ച എന്തായിരിക്കും? അതുകൊണ്ട് യേശു പറഞ്ഞത്, ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തില്, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തള്ളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുകയെന്ന. നമ്മുടെ ആളുകൾ എന്തോ നമ്മളോട് പറയുന്നത്, അയ്യോ നീ പാപിയാ. 32 വർഷം കമ്മ്യൂണിയൻ എടുക്കാത്ത ഒരു സഹോദരൻ നമ്മുടെ ഇപ്പോഴത്തെ മീറ്റിങ്ങിന് കമ്മ്യൂണിയൻ എടുത്തു. അമേസിംഗ് ഗ്രേസ് ആണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഇടയന് ഒരു പ്രശ്നമില്ല, അദ്ദേഹം മാസത്തിൽ കൊടുക്കുന്നുണ്ടല്ലോ, ആളുകൾ 2 പേരും വരുന്നുണ്ടല്ലോ, കുടുംബം വരുന്നുണ്ടല്ലോ, അത്രയും മതി. ഗലാത്യ ലേഖനം 4-19 എന്താ പറഞ്ഞേ? ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുവോളം. ഗലാത്യ ലേഖനം 4-19 പറയണത് ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം. പിന്നെയും പ്രസവ വേദനയാ പൗലോസിന്. ഈ ഒരു മനോഭാവം നമ്മുടെ ഉള്ളത്തിലുണ്ടായിരിക്കട്ടെ. നിങ്ങളെ ആരെങ്കിലും, ഏതെങ്കിലും ഒരു വ്യക്തികൾ, അത് ദൈവസഭയായിക്കോട്ടെ, എല്ലാവരോടും ചോദിക്കുകയാണ്, 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഗലാത്യ ലേഖനത്തില്, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഏതെങ്കിലും 5 വൻകരകളിലുള്ള ദേവദാസൻ ക്രിസ്തുവിന്റെ ചൂടടയാളം വഹിക്കുന്നുവെങ്കിൽ അവന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവന്
ബെന്നിഹിൻ കൺഫസ് ചെയ്തതുപോലെ പിന്നെയും അദ്ദേഹം ദ്രവ്യത്തിലേക്ക് പോകും. എങ്കിലും ഇടയ്ക്കൊന്ന് കൺഫസ് ചെയ്തു, അയ്യോ എനിക്ക് തെറ്റുപറ്റിയെന്നൊക്കെ. സ്തോത്രം. എല്ലാവരും മടങ്ങി വരട്ടെ. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു മാതൃക കാണിച്ചു തരുന്നു, ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണം. യോഹന്നാൻ 13:15 പറഞ്ഞത്. മത്തായി 4:19 പറഞ്ഞത് എന്നെ അനുഗമിപ്പിൻ എന്നാണ്. നമ്മൾ എന്തോ ചെയ്യുന്നത്? എന്നെ അനുഗമിക്കാനാ പാസ്റ്റർ പറയുന്നത്. ഈ ആഴ്ച വന്നില്ലയോ? ശോശാമയെ പോയി അന്വേഷിക്കുക, അവളെന്താ വരാഞ്ഞെന്ന്. വേറെ ചർച്ച വിട്ടു പോയോ? മർക്കോസ് 6:34 പറയുന്നു, വലിയ പുരുഷാരത്തെ കണ്ടപ്പോഴ് ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞു പലതും ഉപദേശിച്ചു തുടങ്ങിയെന്ന്. യേശു കർത്താവിന്റെ മനസ്സലിയുകയാണ് ഇന്ന് സഭയെ കണ്ടുകൊണ്ട്. കുരുട്ടായിരിക്കുന്ന എല്ലാ കണ്ണുകളും തുറക്കപ്പെടട്ടെ. അന്ധകാരത്തിലിരിക്കുന്ന ജനം പ്രകാശത്തിലേക്ക് വരട്ടെ. എല്ലാ ദൈവദാസന്മാരുടെ മേൽ ദൈവഭയം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അടുത്ത ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് അന്യഭാഷയെക്കുറിച്ചുള്ള ഒരു മെസ്സേജാണ് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നത്. ആമേൻ. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു, അവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. എത്ര സാധനങ്ങൾ കൊണ്ടാണ് ഒരു ആലയം പണിയതെങ്കിൽ നമ്മളെ അത്ര മാത്രം പ്രേഷ്യസ് ആയിട്ട് ദൈവം കാണുന്നു. അവന്റെ ആത്മാവിനെ, അന്ന് പെട്ടകമാണെങ്കിൽ ഇന്ന് നമ്മുടെ ഉള്ളത്തിൽ ഹല്ലേലൂയ ആ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ എത്ര മാത്രം പ്രേഷ്യസ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് അവിടെ വിടുതൽ സംഭവിക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇന്ന് വിശ്വാസം കുറഞ്ഞിരിക്കുന്നുവെങ്കിൽ, ഭയത്തിലിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് വെളിയും തെരഞ്ഞെടുപ്പുമില്ല, നിങ്ങളുടെ പ്രശ്നം കാരണം നിങ്ങളെ തന്നെ സപ്രസ് ചെയ്തിരിക്കുന്നുവെങ്കിൽ, കം ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ലെറ്റ് ഹോളി സ്പിരിറ്റ് കൺട്രോൾ യു. നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നതായിരിക്കാം, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കമ്മ്യൂണിയൻ എടുക്കാൻ പറ്റും, അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ. പക്ഷെ നിങ്ങൾ കമ്മ്യൂണിയൻ എടുക്കാതെ ഇരിക്കരുത്. കർത്താവിന്റെ വരവിനോട് നിങ്ങൾ കാത്തിരിക്കണം, പ്രത്യാശയോടെ കാത്തിരിക്കണം. അവന്റെ ക്രൂശ് നിങ്ങൾ ചുമക്കണം. നിങ്ങൾ ഒറ്റപ്പെട്ടാലും നിങ്ങൾ പരിഭ്രമിക്കരുത്. കാരണം പരിശുദ്ധാത്മാവാണ് ഈ ലോകത്തെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ.